മക്കൾ ഞങ്ങളെ ഇറക്കി വിടുമോ? ഇങ്ങനെ വിൽപത്രം എഴുതി വെക്കാതെ ഗൃഹനാഥനോ ഗൃഹനാഥയോ മരണപ്പെട്ടാൽ ബാങ്കിലെ ഡിപ്പോസിറ്റ് തുക എടുത്ത് വിനിയോഗിക്കുന്നതിന് യാതൊരു അധികാരവുമില്ല. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് വസന്തകുമാരി. ഇന്നത്തെ നമ്മുടെ വിഷയം വിൽപത്രത്തെ കുറിച്ചാണ്. വിൽപത്രം എന്തിന്? വിൽപത്രത്തെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, വിൽപത്രം എഴുതി വെച്ചാൽ ഞങ്ങൾക്ക് വസ്തുവിന്മേലുള്ള ഞങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമോ? മക്കൾ ഞങ്ങളെ ഇറക്കി വിടുമോ? വിൽപത്രത്തിന് മറ്റ് ഒറിജിനൽ ഡോക്യുമെന്റ് പോലെ വിലയുള്ളതാണോ? വിൽപത്രം പത്രത്തിലാണോ എഴുതേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ടാണ് വിൽപത്രത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വിൽപത്രം എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്താണ് അതിന്റെ ആവശ്യകത? പല സ്ഥലത്തും ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകസ്മികമായി വിയോഗം സംഭവിക്കുമ്പോൾ അവരുടെ മറ്റ് കുടുംബാംഗങ്ങൾ വളരെ അനാഥത്വത്തിലേക്ക് പോകാറുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ അസറ്റുകളെ കുറിച്ചോ ബാധ്യതകളെ കുറിച്ചോ ഒന്നും വ്യക്തമായ യാതൊരു ധാരണകളും ഉണ്ടാക്കാതെയാണ് അവരുടെ വിയോഗമെങ്കിൽ ജീവിച്ചിരിക്കുന്നതിനെ അത് കൂടുതൽ കഷ്ടത്തിലാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് വിൽപത്രത്തിന്റെ പ്രസക്തി ഏറുന്നത്. കൂടാതെ മറ്റു ചില കുടുംബങ്ങളുണ്ട്, അവര് നാട്ടിൽ നിന്നും പോയി വർഷങ്ങളോളം പുറത്ത് സെറ്റിൽഡ് ആയിരിക്കും. വർഷത്തിൽ ഒരിക്കലോ 2 തവണയോ ഒക്കെ അവര് ഒരു വിസിറ്റേഴ്സിനെ പോലെ കുടുംബത്ത് വന്ന് പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ളവർക്കും ഈ സ്വത്തുക്കൾ എവിടെ, ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ സ്വത്തുവകകൾ എവിടെയൊക്കെയാണെന്നോ എത്രയൊക്കെ ഉണ്ടെന്നോ എങ്ങനെ ഏതൊക്കെ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ ഉണ്ടെന്നോ ഒന്നും അവർക്ക് വളരെ ഡീപ്പായിട്ട് അറിവുണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിൽപത്രത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ടാകും. മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഗൃഹനാഥനോ ഗൃഹനാഥയോ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം, ചിലപ്പോൾ 2 പേർക്കായിരിക്കാം, അവരുടെ സ്വത്തിന്റെ 3/4 ഭാഗവും ഷെയർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ശേഷിക്കുന്ന വസ്തുവകകൾ ഒരു മകൾക്കോ അല്ലെങ്കിൽ ഒരു മകനോ കൊടുക്കണമെന്നായിരിക്കും അവർ ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിന് വിരുദ്ധമായി അവർ പെട്ടെന്ന് മരണപ്പെടുകയും ശേഷിക്കുന്ന സ്വത്തുവകകളിലും ബാങ്ക് ഡിപ്പോസിറ്റുകളിലും ആദ്യം ഷെയർ കൊടുത്ത ആളിനും തുല്യ അവകാശം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ വിൽപത്രം എഴുതി വെക്കാതെ ഗൃഹനാഥനോ ഗൃഹനാഥയോ മരണപ്പെട്ടാൽ ആദ്യം ഷെയർ കൊടുത്ത ആളിനും ശേഷിക്കുന്ന ഷെയറിൽ തുല്യ റൈറ്റ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടി കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി ശേഷിക്കുന്ന സ്വത്തുവകകൾ ഈ പറയുന്ന ആളിന് കിട്ടുകയുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റ്, ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെയുള്ള നിയമപരമായ നൂലാമാലകളിൽ നിന്നും അവർക്ക് വളരെ ഈസിയായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി ഈ വിൽപത്രം എഴുതി വെച്ചത് കൊണ്ട് ഈ വസ്തുവിന്മേലിലോ അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങളിലോ മറ്റ് വാഹനങ്ങളിലോ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിലോ ഒന്നും തന്നെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് യാതൊരു തടസ്സങ്ങളും നിബന്ധനകളും ഇല്ലാതെ അവരുടെ കൈവശം തന്നെ ഇരിക്കുകയും അവർക്ക് എന്ത് തരത്തിലുള്ള കരണങ്ങളും ചമയ്ക്കുകയും ചെയ്യുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ചില ആൾക്കാർ വിചാരിക്കും, ഞാൻ വിൽപത്രം എഴുതി വെച്ചു, എന്റെ റൈറ്റ് എല്ലാം പോയി, എന്നെ ഇനി മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, എന്റെ വസ്തുക്കളിൽ എനിക്ക് ഇനി റൈറ്റ് ഇല്ല. അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എപ്രകാരം നിങ്ങളുടെ വസ്തുവകകളിൽ, ഷെയറുകളിലും ബാങ്ക് ഡിപ്പോസിറ്റുകളിലും അധികാരമുണ്ടോ അതുപോലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇതെല്ലാം തന്നെ അനുഭവിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ഇന്നിപ്പോൾ ഒരു വിൽപത്രം എഴുതി വെച്ചു, നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റദ്ദ് ചെയ്ത് മറ്റൊരു വിൽപത്രം എഴുതാനുള്ള സ്വാതന്ത്ര്യമാണ്. പൂർണ്ണമായോ ഭാഗികമായോ നിങ്ങൾക്കതിനെ ഭേദപ്പെടുത്താം. ഒരു മകൻ എഴുതിയ ഷെയർ പിറ്റേ ദിവസം അടുത്ത മകൾക്ക് എഴുതാം. ഈ മകൾക്കും മകനും അല്ലാതെ മൂന്നാമതൊരാൾക്ക് എഴുതാം. ഇനി നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഇത് വിറ്റ് നിങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കാം. ബാങ്കുകളിൽ പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ ഏതുവിധമായ സ്വാതന്ത്ര്യങ്ങളും നിങ്ങളുടെ ജീവിത കാലത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മരണശേഷം മാത്രമേ ഈ രേഖ, ഈ ഡോക്യുമെന്റ്, വിൽപത്രം ഊർജിതത്തിലും പ്രാബല്യത്തിലും വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ ആർക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നീട്
ഈ രേഖ കൊണ്ട് അവർക്ക് വേറൊരു ഡോക്യുമെന്റ് എഴുതണോ എന്ന് വെച്ചാൽ അവരുടെ പേരിലേക്ക് മാറ്റി വേറൊരെണ്ണം എഴുതണ്ട, ഓൾറെഡി നമ്മുടെ കാലശേഷം അവർക്കത് ഒറിജിനൽ ഡോക്യുമെന്റ് ആയി തന്നെ മാറുന്നതാണ്. അവരുടെ പേരിലേക്ക് കിട്ടും, അവരുടെ പേരിലേക്ക് എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും എത്തിച്ചേരുന്നതാണ്. ഇനി മറ്റൊരു സംശയം, പലരും പറയാറുണ്ട് എന്റെ ബാങ്ക് ഡിപ്പോസിറ്റിലെല്ലാം ഞാൻ നോമിനിയെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലിനി യാതൊരു തർക്കവുമില്ല, വിൽപത്രത്തിൽ അത് പറയേണ്ട കാര്യമില്ല. ആ അറിവ് തെറ്റാണ്. നിങ്ങൾ ബാങ്കുകളിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നോമിനിക്ക് നിങ്ങളുടെ ബാങ്കിലെ ഡിപ്പോസിറ്റ് തുക എടുത്ത് വിനിയോഗിക്കുന്നതിന് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ അയാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് വിൽപത്രത്തിൽ പ്രത്യേകം പരാമർശിക്കണം. അല്ലാതെ നോമിനിക്ക് നിങ്ങളുടെ ഡിപ്പോസിറ്റ് തുക എടുത്ത് വിനിയോഗിക്കുന്നതിന് സാധ്യമല്ല. അങ്ങനെ ബാങ്ക് ഡിപ്പോസിറ്റുകളും മറ്റ് വാഹനങ്ങളും എല്ലാത്തിനും തന്നെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് വിൽപത്രത്തിൽ ഒരു വ്യവസ്ഥ ചെയ്തു വെക്കാവുന്നതാണ്. ഇനി ഈ വിൽപത്രം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉണ്ട്. ഏതൊക്കെയാണവ? ഒന്ന് ക്ലോസ്ഡ് വിൽ, ക്ലോസ്ഡ് വിൽ അഥവാ സീക്രട്ട് വിൽ അഥവാ സീൽഡ് വിൽ എന്ന് പറയും. അടുത്തത് ഓപ്പൺ വില്ലാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഓപ്പൺ വില്ല് നമുക്ക് എപ്പോഴും അക്സസബിൾ ആണ്. അതായത് ഈ ഓപ്പൺ വില്ലിന്റെ രേഖ നമുക്ക് മീൻസ് എക്സിക്യൂട്ടന്റും ക്ലെയിമന്റും അതായത് ബെനിഫിഷ്യറിക്കും രേഖാമൂലം എടുക്കുവാനും വായിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇൻ കേസ് ചില ഘട്ടങ്ങളിൽ കോടതി ഓർഡർ മൂലമോ മറ്റുള്ളവർക്കും എടുക്കാവുന്നതാണ്. എന്നാൽ ക്ലോസ്ഡ് വില്ലിന് വളരെ സീക്രട്ട് സ്വഭാവമുള്ളതാണ്. ആർക്കും തന്നെ അതിന്റെ കണ്ടന്റ് അറിയാൻ സാധിക്കുകയില്ല. അത് വളരെ ഭദ്രമായി സീൽ ചെയ്ത് കവറിലിട്ട് ജില്ലാ രജിസ്ട്രാർ ഓഫീസുകളിൽ സൂക്ഷിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ക്ലോസ്ഡ് വിൽ. നിങ്ങളുടെ ആസ്തികളും സ്വത്തുകളും മറ്റുള്ളവർ അറിയാതെ നിങ്ങൾക്ക് വിൽപത്രം ചമച്ച് വയ്ക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് വിൽ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ലീഗൽ ഹെയർ നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ഓഫീസറെ സമീപിക്കുമ്പോൾ മാത്രമാണ് ആ കവർ ഈ ലീഗൽ ഹെയറിന് കിട്ടുന്നത്. ഇതാണ് വിൽപത്രത്തെക്കുറിച്ച് ഉള്ള സാമാന്യമായ അറിവുകൾ. ഇനിയും കൂടുതലായ അറിവുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അഥവാ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതല്ല മറ്റു വിഷയങ്ങളും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പം ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.